ഓമാനൂർ ശ്രോതാക്കൾ എങ്ങനെ ശ്രോതാക്കളായി എന്ന് വെച്ചാല് അവരുടെ കിസപ്പാട്ടനുണ്ട്. പഴയ കാലത്തെ ബുക്കാണ്, ഇപ്പൊ എവിടെയും കിട്ടാനില്ല. ഓമാനൂർ മാല എന്നാണ്. വേങ്ങര വീരാൻകുട്ടി നമ്മളെ പെടുത്ത ആൾ തന്നെയാണ് രചിതാവ്. വേങ്ങര വീരാൻകുട്ടിയാണ്. അതിന്റെ പ്രസിദ്ധീകരണം ഓമാനൂർ മുഹമ്മദ് മുസ്ലിയാരുമാണ്. ഞാനൊന്ന് പാടിത്തരാം. അതിശയാരണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനിലില്ല. കൂടുതലായിട്ടൊന്നും പറയാനുള്ള രേഖകളൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ പറയാനേ കഴിയുള്ളൂ. പൂർണ്ണമായിട്ടുള്ള പടപ്പുകൾ ആരും പറയാനുള്ളവരില്ലാന്നാ. കാരണം അത്രയും നല്ല ചരിത്രമായിട്ടേ. എന്നിട്ട് എന്താ പറയാ നോക്കിക്കോളൂ നിങ്ങള്. ഇല്ലെങ്കിലും പതി ഓമാരാദികൾ ചെയ്ത് ഷഹീദായൊരു മൂപ്പരാം അല്ലാമിൻ കൃപ ലഭിച്ചോരാമലി ഹസൻ കുലത്തിൽ ജനിച്ചോരാം. ഓലെ ദർജ പറയാണ്, ഓലെ ദർജ പറയാണ്. എന്നിട്ടോ അതിത്തെ ആൾക്കാരെ പദവികളൊക്കെ രൂപങ്ങൾ പോലെ പവറൊക്കെ പറയുന്നുണ്ട്. കൊല്ലുന്ന സിംഹച്ചോടിയും ഷൂജാഅത്ത് കുഞ്ഞാലി എന്ന പ്രസിദ്ധരിമണ്ണാമത്ത് വെല്ലും ചെറുപ്പ പ്രായത്തിൽ മികവുറ്റ് ഭീകരനാം കുഞ്ഞി പോക്കരീസുമത്ത് മൂന്നാമൻ മൊയ്തീനൊന്നാമൻ. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ശ്രോതാക്കന്മാരുടെ ആ കഴിവുകളാണ് ഈ എണ്ണി പറഞ്ഞത്. നല്ല നെഞ്ഞും വീതിയും വിസ്താരമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമ്പൂരിയച്ഛന്റെ ഒക്കെ മൂർത്താടിക്ക് കിട്ടിയപ്പം വടിയായും ചെയ്ത്. അതാ സംഗതി. എന്നിട്ട് എന്താ അവിടെ കച്ചറുണ്ടാകാനുള്ള കാരണം എന്താ? അന്ന് പേരിൽ വന്ന മട്ടാനേ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനേ കന്നം ഹിന്ദുക്കൾ വന്നിട്ടാനേ മറ്റും വീടും മറ്റും മേരിത്താനേ. ഹിന്ദുക്കൾ വന്ന് വീട് എടുത്തിട്ട് അടിച്ചു പൊളിച്ചൊരു കലാപാക്കി മാറ്റിനാ. എന്താ ഒരു കാരണം? ലായിലാ പറഞ്ഞിട്ടാ? അവിടെ പോയിട്ട് ബിംബാരാധന തെറ്റാന്ന് പറഞ്ഞോണ്ടാ? അല്ല, അങ്ങനെ തൗഹീദ് പറഞ്ഞിട്ടല്ല. എന്നാ എന്താ കച്ചറുണ്ടാകാൻ കാരണം? ഈ മാലിയിൽ തന്നെ പറഞ്ഞു കേട്ടോളൂ നിങ്ങള്. എന്നതിൻ കാരണമുണ്ടായൊരു കാലത്ത് എമ്പുഷായിൽ എന്നൊരു ദേശത്ത് അന്ന് സ്വരൂപകൂലത്തിൽ പ്രകാശിത്ത് അമ്മാളു അമ്മ എന്നൊരു ഓമന നാമത്തെ നാട്ടോടെ കേളി കേട്ടോളാം. അമ്മാളന്മാരുടെ നായരുട്ടി അവിടെ ഉണ്ടായിരുന്നു. അമ്മാളന്മാരുടെ നല്ലൊരു നായരുട്ടി, നെയ്ക്കട്ടിയുള്ള നായരുട്ടി എന്നൊക്കെ ആൾക്കാർ പറയുന്ന ആ നായരുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ നായരുട്ടിനെ കണ്ട് അങ്ങനെ നേരെ കമ്പം കുടുങ്ങിയതാ ശ്രോതാക്കൾക്ക്. തുറന്നു പറയാൻ പറ്റാത്ത വരികളൊക്കെ തീരുണ്ട്. ഏതായാലും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കേക്കി. ശ്രോതാക്കൾ എന്ന് പറഞ്ഞ് പോലീസോട് കൊണ്ടിറക്കണം മുതലല്ലേ, ഒന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങള് എന്താണ് അവിടെ ഉണ്ടാകാതെ. അത് ഞാൻ ബാക്കി പറയില്ല കേട്ടോ. ഓളെ പ്രത്യേകത പറയുന്നുണ്ട് മാലിയില്. അതിന്റെ അർത്ഥം ഞാൻ പറയാം, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? കേട്ടവർ വങ്കജപ്പൂ പോലെ ഹേമ ചുണ്ടും ചിരിയും മളകാലേ മുത്ത് മലർന്ന പൂ പോലെ മുഖം ചെപ്പ് പതിച്ച തനമാലേ കെട്ടിയടുത്തടം ചന്തി കുലുക്കിട്ട് കൈവീശി അന്ന നടത്തം നടന്നിട്ട് കുട്ടികൾ ജറ്റിന് പട്ടം തീടുത്തിട്ട് കൊഞ്ചിക്കുഴഞ്ഞി വരുന്നത് കണ്ടിട്ട് യെസ് വിട്ടാളും വിട്ട. ഞാൻ പറഞ്ഞത് ശരിയല്ല, വളരെ മോശമായ വരികളാണ്. അപ്പൊ ശ്രോതാക്കളായത് എന്താണ്? അമ്മാളമ്മന്റെ വേക്കിൽ പോയി അവസാനം നായന്മാര് വന്ന് കീറിട്ട പറകിട്ട് മൂർത്താവില് അടിച്ച് അവിടെ ഷഹീദാക്കി നമ്മളെ കഥാപാത്രങ്ങൾ. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, തെറ്റെല്ലാവർക്കും പറ്റൂലേ. പക്ഷെ ഓലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വല്ല വകുപ്പുണ്ടോ?